Welcome to our world, where modern farming meets our passion for pets. Join us on this incredible journey. Precision technology is transforming the way we grow, maximizing every acre with smart innovation. Integrated farming combines livestock and crops for a sustainable and profitable future. നമസ്കാരം. അവർ ഡ്രീം പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് കേരളാത്തിപുരത്താണ് വന്നെത്തി നിൽക്കുന്നത്. വീടിനോടൊപ്പം ചേർന്ന് തന്നെ കുറച്ചധികം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും ചെറിയ ചെറിയ പച്ചക്കറി കൃഷികളുമായിട്ട് പോകുന്ന മേഡത്തിനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. മേഡത്തിൻ്റെ പേര് ഉഷാകുമാരി എന്നാണ്. ബാക്കിയുള്ള വിവരങ്ങൾ മേഡം തന്നെ പറഞ്ഞു തരുന്നതാണ്. എൻ്റെ പേര് ഉഷാകുമാരി MS. ഞാൻ KSEBയിൽ വൈദ്യുതി ഭവനിൽ നിന്ന് പെൻഷൻ ഓഡിറ്റിൽ നിന്ന് അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് 2024 റിട്ടയർ ചെയ്തു. നേരത്തെ തന്നെ എനിക്ക് അത് കൃഷിയോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. കുറേ കൊച്ചിലെ നമ്മളെ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും കൃഷി ചെയ്ത് തന്നെ എള്ള്, മുതിര, അങ്ങനെ പല പല ചീനി, വാഴ ഇതെല്ലാം ചെയ്യുമ്പോൾ ഞങ്ങളും ഇതെല്ലാം നോക്കി കണ്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇതിനോടും താല്പര്യമായിരുന്നു. ഓക്കെ മാഡം, ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലോട്ട് എത്താനുള്ള കാരണം എന്താണ് അതിനകത്ത് മെയിനായിട്ട്? ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യം അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് കുറച്ച് യൂട്യൂബിലെ വീഡിയോസും ഒക്കെ കണ്ടപ്പോഴത്തേക്കും അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നല്ലതാണ്, നല്ല ഫ്രൂട്ടാണ്, എല്ലാവർക്കും നല്ല അതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നി. അങ്ങനെയാണ് അതിലോട്ട്. ഇല്ല, പൊതുവെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എക്സോട്ടിക് ഫ്രൂട്ട് ആണല്ലോ. അപ്പം കേരളത്തിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഇപ്പം ചെയ്ത് വരുന്നുണ്ട് ഒത്തിരി പേര്. അപ്പം അതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഈൽഡ്, ഇത് ഏത് ഇനമാണ് വരുന്നത് എന്നുള്ളതൊന്ന്? ഇത് അമേരിക്കൻ ബ്യൂട്ടി എന്നുള്ള ഇനമാണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഈൽഡ് എങ്ങനെയാണ്? നന്നായിട്ട് കിട്ടുന്നുണ്ടോ? ഈൽഡ് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇത് 3ാമത്തെ വർഷം ഇപ്പൊ കൃഷി ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആദ്യം ഒരു 8-9 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് വിളവ് കിട്ടി തുടങ്ങി. അത് കുറച്ചേ ഉള്ളെങ്കിൽ തന്നെയും ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പം 3ാമത്തെ വർഷമായപ്പം നമുക്കൊരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇറക്കിയ പൈസ 50,000 രൂപയ്ക്കകത്തായി ഏകദേശം. അത് ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യുന്നതിനും പിന്നെ അതിന് ഇടയ്ക്കൂടെ കമ്പിയിൽ ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴും ഉണ്ടായ ചിലവും എല്ലാം കൂടെ, ജോലിക്ക് ഉണ്ടായ ചിലവും എല്ലാം കൂടെ ചേർത്ത് 50,000 രൂപയ്ക്കകത്ത് ആയിട്ടുണ്ട്. അത് ഒരു 1-1.5 വർഷം കൊണ്ട് നമുക്ക് ആ പൈസ തന്നെ തിരിച്ചു കിട്ടി. പിന്നീട് ഈ വരുന്ന ബാക്കിയുള്ള ഇപ്പം ഈ വർഷത്തെ കണക്ക് നോക്കുമ്പോൾ ഇപ്പം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ പകുതി സമയം ഏകദേശം അവസാനം ഇപ്പോഴേ തന്നെ നമുക്ക് 50,000 രൂപയോളം ലാഭം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തൊട്ടേ ലാഭമുണ്ട്. ഈ പ്രാവശ്യത്തെ കണക്ക് മാത്രം ഞാൻ പറയുന്നത്. അവിടെ നമുക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കീട നിയന്ത്രണങ്ങൾ രീതി എങ്ങനെയാണ്? നമ്മൾ ആധുനികമായിട്ടുള്ള രീതിയാണോ ഉപയോഗിക്കുന്നത്, അതോ നമ്മളെ പാരമ്പര്യമായിട്ടുള്ള രീതിയാണ്? അതിൻ്റെ ജൈവകൃഷിയാണ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും ആ ജൈവ ഗ്രൂപ്പിൽ തന്നെ അംഗമാണ്, അനന്തപുരി ജൈവ പഠനകളരിയിൽ. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കീട നിയന്ത്രണങ്ങൾ വരുന്നത് അതിനകത്ത്? നമ്മൾ ജൈവപരമായിട്ടുള്ള കീടനിയന്ത്രണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന് സാധാരണയായിട്ട് വലിയ കീടങ്ങളൊന്നും ബാധിക്കുന്ന ഒരു ചെടിയല്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ശ്രദ്ധിക്കണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ കീടനിയന്ത്രണം പ്രത്യേകിച്ച് ഉറുമ്പിൻ്റെ ശല്യം ഇത് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കായ ഉണ്ടായി പഴുത്ത് കഴിയുമ്പോഴും ഒക്കെ ഇത് വരുന്നുണ്ട്. പക്ഷെ അതത്ര പ്രശ്നമല്ല. അല്ല മേഡം, ഞാൻ കേട്ടിട്ടുണ്ട് ഫംഗസ് രോഗങ്ങൾ ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പം പുതിയ ഒരുപാട് കർഷകർ ഇങ്ങനെ പറഞ്ഞു കേട്ടു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ വരുന്നുണ്ട്. ഹസ്ബൻഡ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് സാറിന്റെ വിദഗ്ധ നിർദ്ദേശങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്യുന്നത്. ഞാൻ ശിവാനന്ദൻ. ഞാൻ കൃഷി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. 2013 റിട്ടയർ ചെയ്തു. അതിനുശേഷം ഇങ്ങനെ പച്ചക്കറി കൃഷിയും പിന്നെ അല്പസ്വല്പം ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടും കൃഷിയായിട്ടൊക്കെ ചെയ്യുന്നു. കീടങ്ങൾ ഇതിനങ്ങനെ കാര്യമായിട്ട് ബാധിക്കാറില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്ന രോഗലക്ഷണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ സ്റ്റാഫ്
തളിക്കും. പിന്നെ അല്ലാതെ അത്ര ഫംഗസ് അറ്റാക്ക് ഒന്നുമില്ല. പിന്നെ ചെറിയതായിട്ടല്ല ഒരു മുന്നേ കുത്തു പോലെ വല്ല മഞ്ഞളിപ്പ് പോലെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മളെല്ലാ കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഫംഗിസൈഡ് തളിക്കും. അതായത് പിന്നെ കോപ്പർ ഓക്സിക്ലോറൈഡ്, അത് അപൂർവമായിട്ട് അങ്ങനെ വേണ്ടി വരാറില്ല. അതൊരു ഇതുവരെ അങ്ങനെ അധികം ഒരു പ്രശ്നമില്ല, തോന്നിയിട്ടില്ല. സാർ നമുക്ക് ഈ ചെടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്താണ് ഹോർമോണായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഫിഷ് അമിനോ, എഗ് അമിനോ പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഫിഷ് അമിനോ ഉണ്ട്. ഉപയോഗിക്കുന്നുണ്ടോ? ഫിഷ് അമിനോ എൻ്റെ ഒരു കൂട്ടുകാരി സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരും. അത് കലക്കി നമ്മൾ തളിച്ചു കൊടുക്കും. അതിൻ്റെ ഫ്രൂട്ടിനും താഴെയും തളിച്ചു കൊടുക്കാം. അതിൻ്റെ എന്താ പറയുന്നത്, ഈ കയ്യിൽ അതിനും തളിച്ചു കൊടുക്കാം. നമ്മുടെ രവീന്ദ്ര സാറാണ്, ജൈവ കൃഷിയുടെ സാറാണ് അത് പറഞ്ഞത്, ഡ്രാഗൺ ഫ്രൂട്ടിന് ഇത് കൊടുത്താൽ നല്ലതാണെന്ന്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കാണാൻ പറ്റും. ഒത്തിരി പൂക്കൾ ഇങ്ങനെ വിടുന്ന ഒരുപാട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇത് ഓഗസ്റ്റ് മാസത്തിൽ കൂടുതലായിട്ടും വരുന്നുണ്ട്. എത്ര മന്ത് നമുക്ക് ഇതിന്റെ ഈൽഡ് കിട്ടും നോർമലി? ഇതൊരു 6 മാസം. 6 മാസം. അതായത് ഒരു മെയ് മുതൽ ഏപ്രിൽ അവസാനം തൊട്ട് പൂത്ത് തുടങ്ങും. മാർച്ച് ഏപ്രിൽ തൊട്ട് അവസാനം തൊട്ട് പൂത്ത് തുടങ്ങും. മെയ് പകുതി തൊട്ട് നമുക്ക് നല്ല ഈൽഡ് കിട്ടി തുടങ്ങും. മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ് സ്വാഭാവികമായി കൂടുതൽ കിട്ടുന്നത്. അപ്പം മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെ നല്ല ഇത് കിട്ടും. നവംബർ ഡിസംബറിലും കഴിഞ്ഞ പ്രാവശ്യം രവീന്ദ്ര സാറിന്റെ വീഡിയോ കണ്ടോ? ഫുൾ ടൈം രവീന്ദ്ര സാർ ഇങ്ങനെ ഇതേപോലെ കണ്ടായിരുന്നു. 2 3 ആയാലും ഉണ്ട്. 6-7 മാസം നമുക്ക് കിട്ടുന്നുണ്ട്. അവസാനമൊക്കെ വരുമ്പോൾ കുറച്ച് പിന്നെ അന്നേരം നമുക്ക് പിന്നെ ഇതിന്റെ സീഡ്ലിങ്സ് ആയിട്ട് ആവശ്യമുള്ളവർ കൊടുക്കാൻ പറ്റും. നമ്മൾ അതും കുറച്ചുകൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് സാർ അതിന്റെ വില വരുന്നത്? എങ്ങനെയാണ് അതിന്റെ? ഫ്രൂട്ട് കട്ട് ചെയ്ത തണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇത്ര 1 അടി 1.5 അടി നീളത്തിലുള്ള തണ്ടുകള് മുറിച്ച് കട്ട് ചെയ്തത് മാത്രം നോക്കിയാണ് കട്ട് ചെയ്തത്. അതിന്റെ വിലയും കൂടെ, അതിന്റെ വില 120 രൂപയൊക്കെയാണ്. 100 രൂപയ്ക്കായാലും കൊടുക്കുന്നുണ്ട്. പിടിപ്പിച്ചത് 50 രൂപ. അതായത് വെറും കട്ടിങ്സിന് കൊടുക്കുന്നത് ഇത് മാത്രം. ചെറിയ തണ്ടായിട്ട് അതൊരു ഇത്ര 1 അടിയുള്ളതിന് 50 രൂപ അതിനകത്ത് വരുമ്പോൾ. അല്ലാതെ വേര് പിടിച്ചത് ഇത് പേര് വന്നതാണല്ലേ? ഇതിന് 100-125 രൂപയ്ക്കാവും. ഈ പേര് വരണമെങ്കിൽ 2.5 മാസം, 1.5 മാസം വരും. അപ്പൊ നമുക്ക് ഇതിന്റെ നടുന്ന രീതി ഇതെങ്ങനെ നമുക്ക് നട്ട് എടുക്കാം എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം, എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഈ ഒരു പ്ലാന്റ് ഇപ്പൊ ഞാൻ ഇത് പർച്ചേസ് ചെയ്ത് വാങ്ങിക്കുകയാണ്. അപ്പൊ ഇത് അങ്ങനെ നമുക്ക് നട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളതൊന്ന്. അപ്പൊ നമുക്ക് വാങ്ങിക്കുന്ന ആൾക്കാർക്ക്, നമുക്ക് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് എന്നുള്ളത് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ബാരൽ ചെയ്തതെന്ന് വെച്ചാല് നമുക്ക് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അപ്പൊ അതിനൊക്കെ നല്ലത് പിന്നെ ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇതുണ്ടല്ലോ, കോൺക്രീറ്റ് തൂണ്, സിമെന്റ് പോളുകൾ കിട്ടും വാങ്ങിക്കാൻ. അതില് ഇപ്പൊ നടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഇതൊരു 10-15 വർഷത്തോളം നിൽക്കുന്നതാണ്. ഇത് ബാരൽ എന്ന് പറയുമ്പോഴേ ഒരുപാട് വെയിറ്റ് വരുന്നത് കണ്ടില്ല, മറിഞ്ഞു പോകുന്നുണ്ടല്ലോ ചെറുതായിട്ട്. ഇതാകുമ്പോ അങ്ങനെ വരില്ല. അപ്പൊ ഇത് പിന്നെ ഒരു 7-8 അടി എങ്കിലും കുറയാതെ എങ്കിലുള്ള ഉയരം ഉണ്ടാവണം. അല്ല, സ്പേസ് വേണം. ഓരോ പോസ്റ്റ് തങ്ങളിലേ ദൂരം കൊടുക്കണം. ഇതിങ്ങനെ പടർന്ന് വരുമ്പോഴത്തേക്കും നടക്കുന്നതിനൊക്കെ കുറച്ച് സ്ഥലം വേണം. നമ്മളിവിടെ ഇത്ര അടുത്ത് വെച്ചെന്ന് വെച്ചാൽ സ്ഥലം ഉള്ളതുകൊണ്ട്. അതെ അതെ, ഇപ്പൊ ആണല്ലോ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അങ്ങനെ പോസ്റ്റ് സ്ഥലം നിരപ്പാക്കിയിട്ട് പിന്നെ ഒരു 6-6.5 അടിയുള്ള പോസ്റ്റെങ്കിലും വേണം. 1.5 അടി അടിയിലോട്ട് പോകണം, ബാക്കി മുകളിലോട്ട് വരാവും. അപ്പൊ അങ്ങനെ നട്ടിട്ട് സ്ഥലം ചുവടൊക്കെ വൃത്തിയാക്കിയിട്ട് പൊട്ടിങ് മിശ്രം തയ്യാറാക്കിയിട്ട് അവിടെ നിറച്ച് കുഴി നിറയ്ക്കുക. എന്നിട്ട് അത് മുടിയിട്ടാണ് ഇങ്ങനെ ഇതിന്റെ ഓരോ തണ്ട് നടുന്നത്. ഓരോ തണ്ടിന്റെ 4 വശത്തും 4 നടാം. അപ്പൊ നട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആദ്യം നമ്മളിങ്ങനെ ഒരു എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കണം, പിടിച്ച് കയറി വരുന്നതിന് വേണ്ടി. അപ്പൊ അതിങ്ങനെ നട്ടൊരു 7-6 ഒക്കെ മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ബിൽഡിങ്ങിന്റെ പരിവായി തുടങ്ങും. അത് 1-1.5 മാസം കൂടുമ്പോൾ നമ്മൾ വളങ്ങൾ കൊടുക്കണം, ജൈവവളം, പിന്നെ കാലിവളമോ അല്ലെങ്കിൽ മണ്ണിന്റെ കമ്പോസ്റ്റോ. നമ്മൾ ചെയ്യുന്നത് വെച്ചാല് പിന്നെ ഇത് കാലിവളമാണ് കൊടുക്കും. പിന്നെ കാലിവളം, പിന്നെ അതേപോലെ അതിൻ്റെ കൂടെ അല്പം വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇതെല്ലാം മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതൊരു പിന്നെ കോഴിക്കാഷ്ടമുണ്ട്, അത് പിന്നെ പൊടിയായിട്ടുള്ളതുണ്ട്, അതും കുറേ ചൂട് മാറ്റിയിട്ട് ഉള്ളതാണ് അല്ലേ? ചൂട് മാറ്റിയിട്ടുള്ളത് തന്നെയാണ്.
കാരണം ഇതിപ്പോ നമ്മളിവിടെ സംബന്ധിച്ചിടത്തോളം ബാരലിനകത്തായതുകൊണ്ട് കുറച്ച് സ്ഥലമേ ഉള്ളത് അതിനകത്ത്. അതെ. അതുകൊണ്ട് ഒരുപാടൊന്നും ഈ കോഴിവളം ഇടാൻ പറ്റില്ല. കൂടുതൽ ലിക്വിഡ് വളങ്ങളായിരിക്കും അല്ലേ കൂടുതലും കൊടുക്കുന്നത്. പോലുള്ളതൊക്കെ ചൂടൊക്കെ ഉള്ളതാണ്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കാറുള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അടുക്കള വേസ്റ്റ്, കഞ്ഞിവെള്ളം, അരി കഴുകുന്ന വെള്ളം, പിന്നെ പച്ചക്കറികളുടെ വേസ്റ്റ് ഇതെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് ഇവിടെ നമ്മളൊരു 6-7 പിന്നെ എന്താ പെയിന്റ് ബക്കറ്റ് വെച്ചിട്ട് ഓരോ ദിവസത്തെയും കളക്ട് ചെയ്ത് അതിനകത്ത് ഒഴിച്ചിട്ട് ശർക്കര മിക്സ് ചെയ്ത് കുറച്ച് അത് ഒരു പാത്രമാകുമ്പോഴത്തേക്ക് അത് മിക്സ് ചെയ്ത് ശർക്കര കലക്കി അതിനകത്ത് ഒഴിച്ചു. അപ്പം ഈ വാടയൊന്നും വരത്തില്ല, നല്ല വളമായിട്ട് കിട്ടും. ഹൃദയാമൃതം ഉണ്ടാക്കുന്ന പോലെ അവിടെ സാറുണ്ടാക്കുന്നത്. അത് മിക്സ് ചെയ്തിട്ട് അത് ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് അതിനെല്ലാം ഒഴിച്ചു കൊടുക്കാറുണ്ട് എല്ലാത്തിനും. കാരണം ഇത് നമ്മൾ ഈ മണ്ണിൽ ചെയ്യുന്ന പോലെ ഒരുപാട് വളം ഇതിനകത്ത് ഇടാനൊക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള ലിക്വിഡ് വളങ്ങളാണ് കൂടുതലും കൊടുക്കുന്നത്. അതായത് ഇതുവരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ വേറെ എന്തെങ്കിലും ആക്രമണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഇതുവരെ ഇല്ല. നോർമലി ഇത് കാ വെടിച്ചു പോകുന്നൊരു പരാതി പലരും കേട്ടിട്ടുണ്ട്. അത് നല്ല വിളയുമ്പോഴാണ് അതിന് നല്ല മധുരമായിരിക്കും. ചിലർ ഇങ്ങനെ പറഞ്ഞ ബോറോണിന്റെ ഇഷ്യൂ കുറയുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ വരാമെന്ന് ഇങ്ങനെ പറയുന്നത്. ഇത് നല്ലപോലെ വിളഞ്ഞ് ഇപ്പൊ ഇത് തന്നെ ആയിട്ട് ഇപ്പൊ 28-30 ദിവസത്തോളമായി. അപ്പൊ ഈ ദൂരദർശൻകാർ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവര് ഞാൻ ഇട്ട ഫോട്ടോ കണ്ടിട്ട് വന്ന് വിളിച്ചിട്ട് ഇവിടെ വന്ന് ഇന്നലെ എടുത്തു. അപ്പൊ അവർക്ക് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തത്. അപ്പോഴാ പിന്നെ നിങ്ങളും വിളിച്ചത് വീഡിയോ എടുക്കണം. അതുകൊണ്ടാ തോന്നിയിട്ടില്ല. അത് നല്ല വിളഞ്ഞത് മാത്രമേ അങ്ങനെ പിടിച്ചു കയറുന്നുള്ളൂ. അല്ല പ്രശ്നമില്ല. മൈക്രോ ഫുഡ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ചെയ്യുന്നില്ല. നമ്മൾ ഒരുപാട് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ടേസ്റ്റ് അതുകൊണ്ട് നമ്മൾ വലിയ പരീക്ഷണങ്ങളൊന്നും ചെയ്യാറില്ല. ഞാൻ ഇതുപോലെ പറഞ്ഞു കേട്ടോ, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കൂടുതലും ടേസ്റ്റ് ഇല്ല എന്നുള്ള രീതിക്ക് പലരും പറഞ്ഞു. എന്നാൽ ഞാൻ ഇപ്പൊ ഞങ്ങളെ പരിചയത്തിലുള്ള വീട്ടിൽ നിന്ന് വാങ്ങി നല്ല മധുരമായിട്ട് കഴിക്കുന്നുണ്ട്, നല്ല വിളഞ്ഞ്. കാരണം എനിക്കൊന്ന് ഒരു 2 ദിവസം മുന്നേ അത് പറിച്ച് വെക്കുന്നുണ്ടായിരിക്കും അല്ലേ? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതേ ഇതിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴേ നമ്മൾ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. നമ്മൾ കൂടുതൽ ഈ ചാണകപ്പൊടിയും മറ്റേ മുന്നാക്കും അതും ഇതൊക്കെ ജൈവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായതുകൊണ്ടേ അങ്ങനത്തെ പ്രശ്നം ഇതുവരെ തോന്നിയിട്ടില്ല. വാങ്ങിക്കുന്നവര് നമുക്ക് കൊണ്ടുവന്ന വിപണിയിൽ പോകുന്നുണ്ട്. 2 വിപണിയുണ്ട്. കൃഷിഭൂമി എന്ന് പറയുന്ന ഒരു വിപണി നമ്മുടെ AKG സെന്ററിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്, അവിടെയും പോകുന്നുണ്ട്. പിന്നെ ഗാന്ധി ഭവനിലും ഉണ്ട്. ഞങ്ങൾക്ക് ഇത് കൂടുതലായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതായി പോയി. അപ്പൊ പിന്നെ അങ്ങനെയാണ് ഹസ്ബൻഡ് അവിടെ ഇങ്ങനെ ചോദിച്ച് ബാലേന്ദ്രൻ സാറിനെ ഒക്കെ അറിയാം. അങ്ങനെ അവിടെയും 2 മെമ്പർഷിപ്പ് എടുത്ത് അപ്പൊ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന്. ഏത് ദിവസമാണ് വിപണി വരുന്നത് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാമെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് ഒന്ന് വാങ്ങിക്കാനായിട്ട്. കൃഷിഭൂമിയില് എല്ലാ ഞായറാഴ്ചയും 9 മണി മുതൽ എല്ലാ ഞായറാഴ്ചയും. മറ്റേ ഫാം ജേർണലിസ്റ്റ് ഫോറം എന്ന് പറയുന്ന ഗാന്ധി ഭവൻ തൈക്കാടില് അവിടെ ശനിയാഴ്ച തോറും 9:30 മണി മുതൽ വിപണിയുണ്ട്. എത്ര മണി വരെ ഉണ്ടാവും അവിടെ? പെട്ടെന്ന് തീരുമെന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ 12 മണി വരെയൊക്കെ ഇരിക്കണമെന്ന. പക്ഷെ ആൾക്കാർ ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ജൈവ കൃഷി ആയതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ആൾക്കാരും വന്നിട്ട് നമ്മൾ ഇത് എളുപ്പം തീരും. നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് സെല് ചെയ്യുന്നുണ്ടോ? അങ്ങനെയും ഇപ്പൊ 2 കൂട്ടർ വിളിച്ച് ഫോണിൽ വിളിച്ച് അങ്ങനെ. നോർമലി നമ്മള് എന്താ പറയാ വലിയ ഫ്രൂട്ട് കടകൾ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് നമുക്ക് എടുക്കാൻ സാധിക്കുമല്ലോ അല്ലേ? എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് വിപണിയില് കിലോയ്ക്ക് 200 രൂപ ഫിക്സഡാ. അതുകൊണ്ട് നമുക്ക് നഷ്ടമില്ല. അല്ലാതെ ഇതൊരു വൻകിടത്തോട്ടം അല്ലാത്തതുകൊണ്ട് ഒരുപാട് ചെടികളേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോ ഇതിന്റെ തൈകൾ എടുത്തിട്ട് പത്തനാപുരത്ത് വീടുണ്ട്, അവിടെ കൂടുതൽ സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കട്ട വെച്ച് ഹൈറ്റ് കൊടുത്തിട്ട് വലിയ ചെടിച്ചട്ടിയില് സിമ്പിൾ ആയിട്ട് നടാം. അങ്ങനെ ആയപ്പോ തന്നെ ഇത് കണ്ടില്ലേ ഈ നിൽക്കുന്ന ഫ്രൂട്ട് മറ്റേതിനെക്കാട്ടിലും വലിപ്പമുണ്ട്. അല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ പോസ്റ്റ് വെക്കുന്നതൊക്കെ നല്ലൊരു പുതിയൊരു ഐഡിയ ആണ് വരുന്നത് അതിനകത്ത്. ചെലവ് കുറവാണ്. അതെ, മറ്റേ നമ്മൾ പോസ്റ്റ് മുഖേന ചെയ്യുകയാണെങ്കിലേ ഒരു 1000-1200 രൂപയൊക്കെ ഒരു മൂടിന് വരും ചെലവ് വരുന്നുണ്ട്. ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റേതിനേക്കാൾ ഏകദേശം പകുതിയോളം ചെലവ് വരത്തുള്ളൂ അതിനകത്തല്ലേ. അതുകൊണ്ട് തന്നെയല്ല വീട്ടത്തൊക്കെ കുറച്ചുകൂടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈ രീതിയാണ്. വന്നാലും ആ കട്ടയില് പിടിച്ചിരിക്കും, അത് ഇളകി പോകത്തില്ലല്ലോ. സിമന്റ് ഒന്നും ചെയ്ത് വെച്ചിട്ട് വെറുതെ അടുക്കി വെച്ചേക്കുക. ഇതിന് വേറെ പിന്നെ പ്രത്യേക ഗുണം എന്ന് വെച്ചാല് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മറിഞ്ഞു പോകത്തില്ല. നമ്മൾ ബാറിൽ ചെയ്യുമ്പോഴേ അത് നമ്മൾ കണ്ടില്ലേ കാറ്റ് പിടിച്ചിട്ട് അങ്ങനെ പ്രശ്നം വരുന്നു. അങ്ങനെ കുറച്ചുകൂടെ ഇത് ഇനി ഉയർത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇനിയിപ്പോ അത് വലിയ പാടല്ലയോ. ഇനി ഇത് ഉയർത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കട്ട് ചെയ്ത് അറ്റമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും.
ഇന്നലെ അവര് വീഡിയോ പിടിച്ചു. ഇതാണല്ലോ നമ്മള് തടി ഇത് ചെയ്തേക്കുന്നല്ലേ? ഇതെല്ലാം ഇത് ഇവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്നു. അത് വെറും സിമ്പിളായിട്ട് നടാൻ പറ്റും. ഹൈറ്റ് കുറച്ചുകൂടെ കൊടുക്കണം. കട്ടയെ കുറച്ചുകൂടെ ഹൈറ്റ് കൊടുത്താൽ നല്ല. ഇപ്പൊ ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ അതിനനുസരിച്ച് ഹൈറ്റ് കൊടുക്കും. 806 ഗ്രാം വരെയുള്ള ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലുത് ഒരെണ്ണം 806 ഗ്രാം. അടുത്ത ഫ്ലവർ വന്നു തുടങ്ങി. ഒരുമിച്ചായിരിക്കും ഇത് കുറേ ഒരുമിച്ച്. അന്ന് ഞങ്ങൾ പോളിനേഷൻ ഒരു ദിവസം തന്നെ 125ഓളം പൂക്കൾ വന്നു. അപ്പൊ എത്ര പാടായിരിക്കും ഇത് മൊത്തം ചെയ്യണേ. ഇത് നമ്മള് അതിന്റെ തൈ തയ്യാറാക്കിച്ചേക്കാം. ഇത് ഉപയോഗത്തിനുള്ള തൈകളാണ് അതിനകത്ത് വരുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 120 രൂപ വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോ നട്ട് കഴിഞ്ഞാല് 2.5 മാസം 3 മാസത്തെ വലിപ്പം കഴിഞ്ഞു. പിന്നെ ബാക്കി 6 മാസം കഴിയുമ്പോഴത്തേക്കും കാ പിടിച്ചു കൊടുക്കും. ഇതെല്ലാം അമേരിക്കൻ ബ്യൂട്ടി ഇതിന്റെ കട്ടിങ്സ് തന്നെയാണ് അല്ലേ? ഇത് നമ്മൾ വെറുതെ ഒരു പരീക്ഷണാർത്ഥം ഈ ഇതുണ്ട് ചേന നമ്മൾ ചെറിയ നമ്മൾ ഉപയോഗത്തിനെടുത്തതിന്റെ ബാക്കി അവിടെ എവിടെ കിടന്നത് ചെറിയ മുകളിൽ ഉണ്ടാവുന്ന എന്തോന്ന് പറയുന്നത് മുളയുണ്ടല്ലോ, മുളയല്ല വിത്ത്, അത് കിളിച്ചു വന്നതാണ്. ഇതാണ് നമ്മുടെ കട്ടിങ്സ്. 100 രൂപ എന്ന് പറഞ്ഞത് 50 രൂപയ്ക്ക് പറഞ്ഞ ഇതാണോ? 50 കട്ട്. ഇതിപ്പോ വേര് പിടിച്ചോണ്ട് 100 രൂപയാണ് വരുന്നത് അല്ലേ? കവറിലാക്കിയിട്ടേ കൊടുക്കുള്ളൂ. അതാണ് പെട്ടെന്ന് കിളിച്ച് കായ്ഫലം ഉണ്ടാവുന്നത്. ഇതിങ്ങനെ നട്ടാലേ വേര് വരാനൊക്കെ 1.5 മാസം കഴിയും. പിന്നെ കുറെയൊക്കെ ചീഞ്ഞൊക്കെ പോകും. സാറ് വാരലിൽ കൃഷി ചെയ്തിട്ടും അല്ലാതെ നമ്മുടെ ഈ കട്ട വെച്ച് ചെയ്തിട്ട് ഏതാണ് കുറച്ചുകൂടെ പ്രോഫിറ്റ് ആയിട്ട് തോന്നുന്നത്? കുറച്ചുകൂടെ ഈൽഡ് കൂടുതൽ കിട്ടുന്ന ഏതാണെന്ന് അറിയാൻ കൂടുതലാകുമ്പോ ഇത് തന്നെയായിരിക്കും. ഇതിലായിരിക്കും കൂടുതൽ കിട്ടുന്നത്. സിമ്പിളായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് കുറച്ച് ഫ്രൂട്ട് വീട്ടിലെ ആവശ്യത്തിന് കഴിക്കണമെന്നുള്ളവർക്കൊക്കെ വെളിയിൽ നിന്ന് ജോലിക്കാരെ ഒന്നും വിളിക്കണ്ട. നമ്മളൊരു റോസാക്കമ്പ് നടുന്നത് എങ്ങനെ അതുപോലെ നട്ടാൽ മതി. പിന്നെ ഹൈറ്റ് കൊടുത്ത് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മളെ ടെറസിന് മുകളിൽ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്? 10 ബാരലല്ലേ? ഇത് കണ്ടോ, ഇത് ഒരുപാട് അടുത്ത ഇത് നമ്മളിത് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം വളരെ കുറച്ചായതുകൊണ്ട് ഇതിപ്പോ ഈ 5 സെന്റ് സ്ഥലത്ത് 1.5 ഏകദേശം 2 സെന്റോളം ഇവിടെ കാർ പോർച്ചിന് ഒരു സ്റ്റോർ, ബാക്കിയുള്ള ഒരു 3.5 സെന്റ് സ്ഥലത്താണ് ഇത് ചെയ്തേക്കുന്നത്. ഇതൊരു 2.5 സെന്റും ടെറസിൽ ഒരു 1/2 സെന്റും. ബാക്കി ഓടിട്ടത് കൊണ്ട് അവിടെ സ്ഥലമില്ല. 3 സെന്റിൽ നിന്നാണ് നമുക്ക് ഈ 3-4 മാസമായിട്ട് 50,000 രൂപയെന്ന് പറയുന്നത്. അത് ഇത് ചെയ്താല് നല്ല ലാഭമാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പ്യൂറായിട്ടുള്ള ആരോഗ്യത്തിന് എന്തുകൊണ്ടും നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മഗ്നീഷ്യം കണ്ടന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടിനകത്ത് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു കൃഷി. ഇതുപോലെ തന്നെ നമുക്ക് ആ ഡ്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് കണക്ട് ഇതുപോലെ കൊടുത്തേക്കുന്നതിനകത്ത് വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാനായിട്ട്. അല്ല, ഇത് മറിഞ്ഞു പോവാതിരിക്കാന് ഇതിന് നടുക്കൂടെ തന്നെ ക്രോസ് ആയിട്ട് ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെ പൈപ്പ് ക്രോസിന് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൂടെ ഈ പൈപ്പ് കയറ്റി ഇത് സിമന്റ് പോലാണോ PVC ആണ്? PVC ആണ്. 4 ഇഞ്ച് PVC പൈപ്പ്. ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞു നേരത്തെ 6.5 അടി മറ്റേ കോൺക്രീറ്റ് കുഴിച്ചിട്ടെന്ന് പറഞ്ഞു, അതിന് പകരമുള്ളതാണ്. ഇതിനകത്തിലൊന്നും ഫില്ലിംഗ് ഇല്ല. പ്ലെയിൻ പൈപ്പാണ്. അതിനകത്തുകൂടി ഇങ്ങനെ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ ഒരു ക്രോസിൽ ഇതിനകത്ത് കൂടെ കയറ്റി ഇപ്പുറത്തെ ഫിറ്റ് ചെയ്തേക്കുക. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലോട്ടും അതുപോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫിറ്റ് ചെയ്തേക്കുക. അപ്പൊ ഇത് ഇളകി അല്ല, ഇതിനൊരു ഇളക്കം തട്ടത്തില്ല ഈ സാധനം. പിന്നെ ഈ ടയറിനകത്ത് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കമ്പി വെച്ചിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്.
ടയറും പോകത്തില്ല. ഒരു സപ്പോർട്ടിന് വേണ്ടി ഇങ്ങനെ ഒരു ഇതും കൊടുത്തിട്ടുണ്ടല്ലേ അതിനകത്ത് ഒരു ടൈ അറിയുമോ എന്നുള്ള പേടി കൊണ്ടാണ് അടിച്ച് കെട്ടി. പക്ഷെ നമ്മൾ കോൺക്രീറ്റിനകത്ത് ചെയ്യുമ്പോഴേ ഇങ്ങനെ മറിഞ്ഞു പോകുന്നുള്ള പേടിക്കണ്ട. ബാറിലായതുകൊണ്ട് നമ്മളിങ്ങനെ എന്തായാലും 25 വർഷത്തോളം ഈൽഡ് നമുക്ക് ഇതിൽ ഉണ്ടാവില്ല. 10 വർഷം കിട്ടിയാലും ലാഭം. ഇത്രയും സ്ഥലത്ത് എത്ര വാഴ കൃഷി ചെയ്യാൻ പറ്റും? ഒരു വാഴക്കുലയ്ക്ക് എന്ത് കിട്ടും? അത് ഇതിന് 1 കിലോയ്ക്ക് 200 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും 4 ഫ്രൂട്ട് നല്ല 500 ഗ്രാമിന്റെ ആണെങ്കിൽ 2 കായെടുത്ത് വെക്കും, 1 കിലോ ആവും. അപ്പൊ അതാ ഇതിന്റെ ഒരു മേന്മ. ടെറസിൽ മാത്രം മതിയല്ലോ. ജസ്റ്റ് ടെറസിൽ ചെയ്തേക്കുന്ന രീതി ഇങ്ങനെയാണ് അല്ലേ അതിനകത്ത്? എനിക്ക് തോന്നുന്നു മുകളിലേക്കാളും താഴെയാണ് ഈൽഡ് കൂടുതൽ ഉണ്ടാവുന്നല്ലേ അതിനകത്ത്? ടെറസിൽ നല്ല വലിയ ഉണ്ട്. ഇതിപ്പം ഫസ്റ്റ് കഴിഞ്ഞതാണ് അല്ലേ? ഇപ്പം ഇന്ന് കട്ട് ചെയ്തു. ഇന്ന് കുറച്ച് കട്ട് ചെയ്തു. രണ്ടാമതടുത്ത സ്റ്റെപ്പ് ഫ്ലവർ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലേ? ഇത് പിന്നെ ഒരു തണ്ടിൽ തന്നെ 4 മുട്ട വന്നിരിക്കുന്നുണ്ടോ? ഇത് പോവും കേട്ടോ, ഇത് പൊഴിഞ്ഞു പോകും മിക്കവാറും. കളറും ചേഞ്ച് കണ്ട. അതുകൊണ്ട് ഇവിടെയും താഴെ പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഏകദേശം കുറേ പറിച്ചതായിരുന്നു നമ്മൾ. വേറെ നടണം. ഇത് ആനക്കൊമ്പൻ വേണ്ടല്ലോ, ഇതിനെ കുറിച്ച് ഒന്ന് പറയാം എങ്ങനെയാണെന്നുള്ളത്, കൃഷി രീതിയും കാര്യങ്ങളൊക്കെ. ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പിന്നെ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കി തൈ വാങ്ങിച്ച് നട്ടതാ. തൈ വാങ്ങിച്ച് ചിലതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വിത്തിട്ട് വരുമ്പോഴത്തേക്കും തീരെ ചെറിയ കായും ഒക്കെ ആയിപ്പോയി. ഇത് പിന്നെ നമ്മുടെ അഗ്രോ ഉണ്ടല്ലോ ബസാറ്, അവിടുന്ന് തന്നെ തൈ വാങ്ങിച്ചിട്ട് നട്ടു. അപ്പൊ ഇത്രയും വലിപ്പമുള്ള കായകള് കിട്ടിയത്. വെയില് നമുക്ക് സ്ഥലപരിമിതി കൊണ്ട് ഉള്ള സ്ഥലത്ത് മുറ്റത്തൊക്കെ ചെയ്യുന്നുണ്ട്. കഴിയാറായിരുന്നു. ആദ്യം മുതൽ വേറെ കൃഷി എടുത്ത് കളയാൻ തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് വിളപരിചയം ഇപ്പോഴും നടത്തുന്നുണ്ടല്ലോ. ഓരോ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. നട്ടേക്കുന്നതേ ഉള്ളൂ. സൈഡിലല്ലേ? സ്ഥലമില്ല, വെയിലും ഇല്ല. സ്ഥലത്ത് ഞങ്ങള് ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, പയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ സൈഡിലായിട്ട്. ഇത് ചെടിമുരിങ്ങയല്ലേ? അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഇതിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നത്? ഞങ്ങൾ പളനി പോയപ്പോ തമിഴ്നാട്ടിൽ നിന്നാണ് അവിടെയെല്ലാം തോട്ടങ്ങളായിട്ട് നട്ടേക്കുന്ന കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി. അവിടുന്ന് 2 തൈ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് നട്ട് അവർ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്ത് പ്രൂണിങ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇത് ആ പറഞ്ഞ സമയത്തിനകം തന്നെ 6 മാസം ഏകദേശം 7 മാസം എടുത്തപ്പോ തന്നെ കായ് കിട്ടി. നമുക്ക് ഇത് കമ്പ് മുറിച്ച് നട്ടാ അത് വളരുന്നുണ്ടോ? മുറിച്ച് നട്ടാ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം പലരും പറയുന്നുണ്ട് ഇത് കമ്പ് മുറിച്ചായിട്ട് അങ്ങനെ ഈൽഡ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിത്ത് തന്നെ ആയിട്ട് ചെയ്താലേ പറ്റും, ഹൈബ്രിഡ് ആയതുകൊണ്ട്.
അതായത് വീടിന്റെ എല്ലാ പോർഷനും ശരിക്കും പറഞ്ഞാൽ മുഴുവനും എല്ലാ മേഖലയിലും ചെയ്യുന്നുണ്ടല്ലേ കൃഷിയായിട്ട്. വീടിന് ചുറ്റും തന്നെ നല്ല ഭംഗിയായിട്ട് വളരെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. വന്ന് അടുക്കളയിൽ നിന്ന് വന്ന് പെട്ടെന്ന് പറിച്ചെടുക്കാമല്ലോ. അതെ അതെ. മുളക് ഇതിലൊക്കെ ശരിക്കും ഉണ്ടായിട്ടുള്ളതാ. കണ്ടാലൊരു ചെറിയ ബോട്ടിലല്ലേ നിൽക്കുന്നത്. അത്യാവശ്യം ഒത്തിരി ഉണ്ടായിരുന്നു ഇത് കേട്ടോ. ഇതെല്ലാം കളയാറായി, പക്ഷെ എനിക്ക് കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ അഗ്രികൾച്ചറിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ഇതിന്റെയൊക്കെ വിളവ് കഴിഞ്ഞു ഇനി നമുക്കത് കളയാനായിട്ട് തോന്നുന്നില്ല. അപ്പൊ പാവലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വളർന്ന് വരുന്നുണ്ട് അതിനകത്ത്. ഇത് ഏത് ഇനമാണോ വാങ്ങി നട്ട ഇനമാണോ ഇപ്പൊ? അത് അല്ല, ഞാൻ ഈ നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ വലിയ പഴുത്ത പാവയ്ക്കാൻ നോക്കി വാങ്ങിക്കും. കടയിൽ പോകുമ്പോൾ അങ്ങനത്തേത് വാങ്ങിച്ചിട്ട് അതിന്റെ വിത്തിട്ട് വെറുതെ ഇട്ട് നോക്കുമ്പോ തന്നെ നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ വിത്തെടുത്ത് തന്നെ ഈ നട്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടു, മായ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി പാവൽ നല്ല രീതിക്ക് ഏകദേശം ഒരു 350 ഗ്രാമോളം വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതിനകത്ത് നല്ലൊരു വെറൈറ്റി ആണെന്ന് പറഞ്ഞത്. കൃഷിക്ക് വെറൈറ്റി ഒന്നും നമുക്കറിയത്തില്ല, എന്നാലും നമുക്ക് ആവശ്യത്തിന് വീട്ടിലേക്കും അതുപോലെ ഇപ്പൊ വിപണി ചേർന്നത് കൊണ്ട് അവര് കൂടുതലായിട്ട് ഇത് ചെയ്യണോന്ന് പറയാം. പച്ചക്കറിയാണല്ലോ ഫോക്കസ് എല്ലാവരും കുറെ ആൾക്കാരെ പരിചയപ്പെടാം. വെറുതെ നമുക്ക് സമയം കളയണ്ട, ആരോഗ്യവും കിട്ടും, നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം. കുറെ പേർക്ക് നമ്മളെ മാനസിക എന്റർടൈൻമെന്റ് വളരെ വലിയതാണല്ലോ. എല്ലാരും ചോദിക്കും റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ബോറിംഗ് അല്ലേ എന്ന്. നമുക്ക് സമയമില്ല. സ്ട്രെസ് റിലീഫ് എന്ന് പറഞ്ഞ സാധനം കൃഷി വളരെ ഒരു മികച്ചൊരു കാര്യം. നമുക്ക് വൈകുന്നേരം ആകുമ്പോ എല്ലാത്തിനും വെള്ളം ഒഴിക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ഇതിനെ പിള്ളേരും ചിലപ്പോഴൊക്കെ കൂടും. തക്കാളി കൃഷിയല്ലേ മാഡം? ഇത് തക്കാളി ഇനമൊന്നും അറിയത്തില്ല, നമ്മൾ തൈ വാങ്ങിച്ചിട്ട് നട്ടതാ. അപ്പോൾ ഈ ഒരു ഗേറ്റ് ഇങ്ങനെ റോൾ ചെയ്ത് വരുന്നതിൻ്റെ ഒരു ടൈലിൻ്റെ സ്ഥലം മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്ത് നട്ടിരിക്കുന്ന 2, 4, 5 എണ്ണം. അതിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇപ്പോൾ 2, 3 പ്രാവശ്യമായിട്ട് ഞങ്ങളിത് മാറ്റി കൃഷി ചെയ്തു. അപ്പോൾ ഇവിടെ നല്ലപോലെ പിടിക്കുന്നുണ്ട്. വേണമെന്ന് വെച്ചാൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കൃഷിയും ചെയ്യാം. വെയിലും വെട്ടവും കാണണമെന്നേ ഉള്ളൂ. നമുക്ക് പുതുതായിട്ട് കൃഷിയിലേക്ക് വരാം. അപ്പോൾ നമ്മളെ പോലുള്ള യുവതലമുറ പുതിയ ഒരുപാട് ആൾക്കാർ കൃഷിയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് നിർദ്ദേശമാണ് മാഡത്തിന് കൊടുക്കാനുള്ളത്? അല്ലെങ്കിൽ എല്ലാവരും കൃഷിയിലേക്ക് വരണമെന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് അതിനോട് മാഡത്തിന് അഭിപ്രായം? എൻ്റെ കൃഷി സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ കാണാറുണ്ട്. ഇഷ്ടം പോലെ വെറുതെ സ്ഥലങ്ങൾ പാഴാക്കി കളയുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് പോകുന്നു. അവർ ഈ കൃഷിയിലേക്ക് വന്നാൽ ഇപ്പം നമ്മൾ എന്തെല്ലാം എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് എത്രയോ വാർത്തകളിൽ കാണുന്നുണ്ട്. എഞ്ചിനീയറിങ് കഴിഞ്ഞു പശുവിനെ വളർത്തൽ, അവർക്കതാ പാഷൻ. അതുപോലെ പിന്നെ പലരും മനസ്സമാധാനം കിട്ടുന്ന ഒരു ജോലി എന്ന് പറയുന്ന കൃഷി. മറ്റേ ടെൻഷൻ അടിച്ച ജീവിതത്തിൽ ഇപ്പം ഞാൻ KCB നിന്ന് റിട്ടയർ ചെയ്താൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അന്നും ചെറിയ രീതിയിൽ നമ്മൾ ഒക്കുന്ന സമയത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ വെറുതെ സമയം കളയാതെ നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കാനും വീട്ടിലെ പിള്ളേർക്ക് കൊടുക്കാനും നല്ല പച്ചക്കറികൾ വീട്ടിൽ തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും വെറുതെ ആശുപത്രിയിൽ കൊണ്ടുപോയി പൈസ കളയാതെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും വരും തലമുറയുടെ കാത്തു സൂക്ഷിക്കാനും പറ്റും എന്നുള്ള ഒരു നിർദ്ദേശമേ പറയാനുള്ളൂ. വെറുതെ സമയം ആരും മെനക്കെടുത്തി കളയരുത്. കുറച്ച് സമയമൊക്കെ റെസ്റ്റ് വേണം. പക്ഷെ കൂടുതൽ സമയം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് നല്ല സന്തോഷം കിട്ടും. അതുപോലെ ആരോഗ്യം ഉണ്ടാവും. നല്ലപോലെ പഴുത്തല്ലോ. അതുപോലെയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ വിഷമടിക്കാതെ നല്ല ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്.
ഇത് വേര് കണ്ടില്ലേ, വേര് പിടിച്ച ഡ്രാഗൺ ഫ്രൂട്ട് തയ്യാണ്. തയ്യ. അവിടെ നമുക്ക് സ്നേഹോപകാരമായിട്ട് തന്നിരിക്കുകയാണ്. വളരെ നന്ദിയുണ്ട്. രണ്ടുപേർക്കും വേണ്ടേ? ആ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. ഇത്ര നേരം നമ്മളെ സഹായിച്ച ഉഷാമാരി മാഡത്തിന് അതുപോലെ തന്നെ നമ്മുടെ ശിവാനന്ദ സാറിന് വളരെയധികം നന്ദി നമ്മൾ രേഖപ്പെടുത്തുകയാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി സഹകരിച്ചതിന്. വളരെ നന്ദി. നമസ്കാരം.